വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോയിൽ സ്നേഹമുള്ള വചനാഗ്നി പ്രേക്ഷകർക്ക് ഈശോയുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സജീവവും ഊർജ്ജസ്വലവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതുമാണ് കർത്താവിൻ്റെ വചനം. ഈ വചനമാണ് നമുക്ക് വിടുതൽ നൽകുന്നത്, സൗഖ്യം നൽകുന്നത്, നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. ഈ വചനത്തിൻ്റെ ഒരു അഭിഷേകമാണ് ഈ തുടർന്ന് വരുന്ന നിമിഷങ്ങളിൽ നാം സ്വന്തമാക്കേണ്ടത്. ആ അഭിഷേകം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളും തലമുറകളും എല്ലാം ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഈ അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ട ദൈവമക്കൾ എന്ന നിലയിൽ ഈശോയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ, വചനത്തിലേക്ക് നമ്മുടെ ചിന്തകളെ പൂർണ്ണമായും ചേർത്ത് വെച്ച് ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ ഈശോ നമ്മളെ വിളിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് ശാന്തമാകാം, കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച് ശാന്തമായി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുനാമത്തിൽ ഞങ്ങൾ ഈ ശുശ്രൂഷയെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തണമേ, നയിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന മനസാന്തരം, ആവശ്യമായിരിക്കുന്ന വിടുതൽ, സൗഖ്യം എല്ലാം ഈ വചനത്തിലൂടെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെല്ലാവരെയും സുഖപ്പെടുത്തി ഈ വചനത്തിൻ്റെ അഭിഷേകം ഈ നിമിഷം ഞങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണല്ലോ അവരെ സുഖപ്പെടുത്തിയത്. കർത്താവേ, ഈ വചന അഭിഷേകം ഞങ്ങളിലേക്ക് നിറയട്ടെ. അവൻ്റെ മുറിവിനാൽ ഞങ്ങൾ സൗഖ്യമുള്ളവരായി വചനത്തിൻ്റെ ശക്തി ഞങ്ങൾ നിറയട്ടെ പ്രാർത്ഥിക്കുന്നു. ശക്തമായ അഭിഷേകം ഈ നിമിഷം ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക് എല്ലാം നിറയുവാൻ ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇന്ന് ധ്യാനിക്കുന്ന വചന വിഷയം എന്തുകൊണ്ട്
ജീവിക്കുന്ന യേശുവിൻ്റെ പ്രവൃത്തി എന്നിൽ പ്രകടമാകുന്നില്ല. യേശു ഇന്നും ജീവിക്കുന്നു. എന്നിട്ട് ആ യേശുവിൻ്റെ മഹത്വം, യേശുവിൻ്റെ പ്രവൃത്തി എന്തുകൊണ്ട് എന്നിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ പ്രാർത്ഥനകളിൽ പ്രകടമാകുന്നില്ല? അതിൻ്റെ കാരണം എന്താണ്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ പാടാറുണ്ട്, യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, തിരുവചനത്തിൽ ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. എന്നിട്ട് ആ ജീവിക്കുന്ന യേശുവിൻ്റെ പ്രവൃത്തികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ പോകുന്നതിൻ്റെ കാരണം എന്താണ്? പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് യേശു പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൽ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടയാളങ്ങളുടെ ആരംഭമാണ്. അടയാളം എന്നത് മറ്റെന്തിനെയോ സൂചിപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ മഹത്വം മനുഷ്യരുടെ ഇടയിലേക്ക് വെളിപ്പെടുന്നു എന്നതിൻ്റെ സൂചനയായി അതിനാരംഭം കുറിച്ച അടയാളമാണ് ഗലീലയിലെ കാനായിൽ യേശു ചെയ്ത അത്ഭുതം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ യേശു ഇന്നും ജീവിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റു പറയുന്നത്. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. എന്നിട്ടെന്തേ നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കുന്നില്ല? അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചില സന്ദർഭങ്ങളിലൊക്കെ നാം നിരാശപ്പെട്ടു പോകാറുമുണ്ട്. അപ്പോൾ യേശുവിൻ്റെ പരസ്യ ജീവിത കാലത്ത് ഇതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ച സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാവും. ദൈവത്തിൻ്റെ അത്ഭുതം, ദൈവത്തിൻ്റെ മഹത്വം പലപ്പോഴും നമുക്ക് മനസ്സിലാകാതെ പോകുന്നു എന്നതാണ് സത്യം. ശിഷ്യന്മാരെ യേശുവിൻ്റെ കൂടെ നടന്നവരാണ്. പക്ഷേ കാനായിലെ കല്യാണ വീട്ടിലെ അത്ഭുതം കണ്ടപ്പോഴാണ് യേശുവിൽ അവർ വിശ്വസിച്ചതെന്നാണ് വചനം സാക്ഷ്യപ്പെടുന്നത്. അവിടെ യേശുവിൻ്റെ വലിയൊരു മഹത്വമാണ്. തൻ്റെ ദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പ് ഉയർന്ന തരത്തിലുള്ള വീഞ്ഞു കൊടുത്തുകൊണ്ട് ഗുണമേന്മയുടെ മേൽ യേശുവിൻ്റെ അധികാരം പ്രകടിപ്പിക്കുന്നു. ആ കുടുംബത്തിൻ്റെ അപമാനം നീക്കിക്കളയുന്നു, കുറവുകളെ പരിഹരിക്കുന്നു, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നിറഞ്ഞു നിൽക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നു. പക്ഷേ അവിടെ ഈ അത്ഭുതത്തിന് നിമിത്തമായ ആളുകളെ നമ്മൾ കാണാതെ പോകുന്ന, ഒരുപക്ഷെ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പറ്റം ആളുകളുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ഈ അത്ഭുതത്തിന് നിദാനമായി മാറിയത്. അതാരാണ്? ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികളുണ്ട്. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിനെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞപ്പോൾ, ഈ ഭരണികളിൽ വെള്ളം കോരി നിറയ്ക്കുവിനെന്ന് യേശു കൽപ്പിച്ചപ്പോൾ അതനുസരിക്കാൻ തയ്യാറായ, ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായ പരിചാരകർ. ശുദ്ധീകരണ കർമ്മം എന്ന് പറയുന്നത് പാദക്ഷാളനത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന കൽഭരണിയാണ്. വിരുന്നു തീരാറായി നിൽക്കുമ്പോൾ ഇനി പാദക്ഷാളനത്തിൻ്റെ ഭരണിയിൽ വെള്ളം നിറയ്ക്കാൻ, അത് വക്കോളം നിറയ്ക്കാൻ മാത്രം വിഡ്ഢികളായ പരിചാരകരുണ്ടായിരുന്നു എന്നതാണ് ഈ അത്ഭുതത്തിൻ്റെ നിദാനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ജെറുസലേമിലേക്ക് രാജകീയമായ പ്രവേശനം നടത്തുമ്പോൾ യേശുവിനെ സംവഹിക്കാൻ ഒരു കഴുതയുണ്ടായിരുന്നു എന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഒരു കഴുതയെ അവൻ ആവശ്യമായിരുന്നു. ആ കഴുതപ്പുറത്താണ് അവൻ എഴുന്നള്ളിയത്. ലാസറിൻ്റെ കുഴിമാടത്തിങ്കൽ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്ന് വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തി 4 നാൾ പിന്നിട്ട ശവകുടീരത്തിങ്കൽ ദുർഗന്ധം വമിക്കുമെന്ന ഭീതിയോടുകൂടി എല്ലാവരും നിൽക്കുമ്പോൾ കല്ലുരുട്ടി മാറ്റുവിൻ എന്ന യേശുവിൻ്റെ ആജ്ഞാവചനത്തിനു മുമ്പിൽ
വിശ്വാസത്തോടെ കല്ലുരുട്ടി മാറ്റിയ ഏതോ ഒരു ഭോഷനുണ്ട്. അവനാണ് അത്ഭുതത്തിൻ്റെ ഇമ്മീഡിയറ്റ് കാരണക്കാരൻ. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ജനക്കൂട്ടം മുഴുവൻ യേശുവിനെ കേൾക്കുവാൻ വീട്ടിൽ തിരക്കുടച്ച് നിൽക്കുമ്പോൾ തങ്ങളുടെ സമീപത്തുള്ള തളർവാദം പിടിപെട്ട് വീട്ടിൽ ശയ്യയിൽ കിടക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ ശയ്യയോടെ ചുമന്ന് വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് താഴേക്കിറക്കിയ 6 പേരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയെ സുഖപ്പെടുത്തി വിട്ടെങ്കിൽ അതുപോലൊന്ന് ചെയ്യാൻ സന്നദ്ധരായ 6 സുഹൃത്തുക്കൾ അവനുണ്ടായിരുന്നു എന്നതാണ് അവൻ്റെ അത്ഭുതത്തിൻ്റെ. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയെ സുഖപ്പെടുത്തി എന്നാണ് വചനം പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ട് അത്ഭുതങ്ങൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ പരിചാരകനെ പോലെ, കല്ലുരുട്ടി മാറ്റിയവനെ പോലെ, ജെറുസലേം രാജകീയ പ്രവേശനത്തിലെ കഴുതയെ പോലെ, തളർവാദി രോഗിയെ ചുമന്നുകൊണ്ടുവന്നവരെ പോലെ കർത്താവിനെ പ്രതി ഭോഷന്മാരാകാൻ നമുക്കാർക്കും കഴിയുന്നില്ല എന്നതാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ മൂലം ലോകം രക്ഷ പ്രാപിക്കാനാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്നെ ഇങ്ങനെ ശിക്ഷിച്ചു എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ച് അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു ക്യാൻസർ രോഗിയെ സന്ദർശിക്കാനിട വന്നപ്പോൾ അദ്ദേഹം തീവ്രവേദന കൊണ്ട് പുളയുമ്പോൾ ചുറ്റും നിന്നെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന മന്ത്രങ്ങളുടെ ആശ്വാസത്തിൽ അദ്ദേഹം ജീവിക്കുകയാണ്. മരണത്തോട് മല്ലിട്ട് അദ്ദേഹത്തോട് വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരാത്മസംതൃപ്തി നിർവൃതിയുമുണ്ട്. എന്തെന്നറിയാവോ? എൻ്റെ ഈ രോഗം ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് കാരണമായി വെച്ച, എനിക്ക് വേണ്ടി അനേകം പേര് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എൻ്റെ സഹോദരങ്ങൾ പലരും ദൈവത്തിങ്കലേക്ക് അടുക്കാൻ, പ്രാർത്ഥനയിലേക്ക് വരാൻ എൻ്റെ രോഗം കാരണമായി എന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാനിത് സന്തോഷത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഈ രോഗം അനുഗ്രഹമാണ്. ഈ രോഗത്തിലൂടെ ഞാൻ സന്തോഷത്തോടെ എൻ്റെ വേദന സ്വീകരിച്ച് എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും പാപത്തിനും ദൈവനിഷേധത്തിനും പരിഹാര ബലിയർപ്പിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്ന വചനം 119-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 71-ാമത്തെ തിരുവചനമാണ്. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചു. ദുരിതങ്ങൾ ഉപകാരമായി, ക്യാൻസർ രോഗം ഒരു ഉപകാരമായി എന്ന്. അതിലൂടെയാണ് എൻ്റെ കുടുംബത്തിലുള്ളവർ പ്രാർത്ഥനയിലേക്ക് വന്നത്. അപ്പോൾ ഓരോ ദുരിതങ്ങളുടെയും പിന്നിൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുതമുണ്ട് പ്രിയപ്പെട്ടവരെ. അത് അറിയാത്തതാണ് നമ്മുടെ പ്രശ്നം. നമ്മളൊക്കെ തേടുന്ന, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന അത്ഭുതമല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. മറിച്ച് ദൈവം തരുന്ന അത്ഭുതം രക്ഷയിലേക്ക് നയിക്കുന്ന അത്ഭുതമാണ്. ഒരുപക്ഷെ അപ്പൻ്റെ ക്യാൻസർ രോഗത്തെ, അമ്മയുടെ ക്യാൻസർ രോഗത്തെ, അല്ലെങ്കിൽ മാതാപിതാക്കൾ തളർന്നു കിടക്കുന്ന തളർച്ചയെ സന്തോഷത്തോടെ അപ്പനും അമ്മയും സ്വീകരിച്ച്, കർത്താവേ, ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ തലമുറകളുടെ മേൽ വന്നു ഭവിച്ചിട്ടുള്ള രക്ഷയ്ക്ക് വിരുദ്ധമായിട്ടുള്ള സകല തിന്മയുടെ ബന്ധനങ്ങൾക്കും പരിഹാരമായി ഈ വേദനയെ സ്വീകരിക്കുന്നു.
ഇത് ഞങ്ങളുടെ തലമുറകൾക്ക് അനുഗ്രഹമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ അതിലപ്പുറം ഒരു അത്ഭുതം എന്താ ഉണ്ടാവേണ്ടത്? മരണാസന്നനായി കിടക്കുന്ന എന്നാൽ സുബോധമുള്ള ഒരു രോഗിയെ സന്ദർശിക്കാനിട വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വേദനകൾ അദ്ദേഹം പങ്കിട്ടതിനിടയിൽ ഒരു കാര്യം പറഞ്ഞു. ഒരുപക്ഷെ ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ട് ദൈവം എനിക്ക് തന്ന ശിക്ഷയായിരിക്കും ഇത്. ഞാൻ ആ വാവൊത്തിയിട്ട് പറഞ്ഞു, ഒരിക്കലുമില്ല. കർത്താവിൻ്റെ വചനം പറയുന്നത് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, രക്ഷ നൽകാനാണ്. സഹോദരൻ്റെ ഈ രോഗത്തിലുണ്ട് രക്ഷ. അദ്ദേഹം എന്നെ തുറിച്ചു നോക്കി. വേദന കൊണ്ട് പൊളയുന്ന രോഗത്തിൽ രക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ വേദനിക്കുന്നവന് എങ്ങനെ മനസ്സിലാവും? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, താങ്കളുടെ കുടുംബത്തിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിനും അറിയാം, എനിക്കും അറിയാം. അനുദപിക്കാതെ മരിക്കേണ്ടി വന്ന കൊല്ലപ്പെട്ട ആളുകൾ പോലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അനുദപിക്കാതെ മരണമടഞ്ഞു പോയവരുടെ പാപത്തിൻ്റെ പരിഹാരം ആര് ചെയ്യും? അതിന് അവരുടെയും നിങ്ങളുടെ തലമുറയുടെയും രക്ഷയ്ക്ക് ദൈവം താങ്കളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ രോഗം, ഈ വേദന നിങ്ങളുടെ കുടുംബത്തിലുള്ള സകലരുടെയും, മരിച്ചുപോയവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും വരാനിരിക്കുന്ന തലമുറയുടെയും പാപപരിഹാരത്തിനായി ഒരു ബലിയായിട്ട് അങ്ങ് സമർപ്പിച്ചാൽ അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അവിടെയാണ് ഇത് രക്ഷയായിട്ട് മാറുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന, ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആരെങ്കിലും ഇപ്പോൾ വേദന കൊണ്ട് പൊളയുന്നൊരവസ്ഥയിലാണെങ്കിൽ, രോഗത്താൽ വലയുന്നുണ്ടെങ്കിൽ, മാനസികമായ പീഡകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നിരാശയ്ക്ക് അടിമപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ, ഇപ്പോൾ കർത്താവിൻ്റെ വചനം നിങ്ങളോട് പറയുന്നു, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ രക്ഷയ്ക്കായി കർത്താവ് തന്നിരിക്കുന്ന രക്ഷാമാർഗമാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന, നീ അനുഭവിക്കുന്ന ക്ലേശം, ദുരിതം, കഷ്ടപ്പാട്. എന്തിനാ? ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അതിലൂടെ കർത്താവിൻ്റെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചു എന്ന വചനം. നീ കർത്താവിലേക്ക് വരാൻ, കർത്താവിൻ്റെ ചട്ടം അഭ്യസിക്കാൻ, യേശുക്രിസ്തു നിനക്ക് നൽകിയ രക്ഷ നിന്റെ കുടുംബത്തിന് മുഴുവൻ അനുഗ്രഹമാക്കി കൊടുക്കാൻ, അവൻ്റെ കുരിശിനോട് ചേർത്ത് നിന്റെ വേദനയെയും സഹനത്തെയും സ്വീകരിക്കാൻ രക്ഷാമാർഗമായി ദൈവം തന്നിരിക്കുന്ന അത്ഭുതമല്ലേ നിന്റെ വേദന? അത്ഭുതമല്ലേ നിന്റെ തളർച്ച? അത്ഭുതമല്ലേ നിന്റെ ക്യാൻസർ? അത്ഭുതമല്ലേ നിന്റെ ത്വക്ക് രോഗം? അത്ഭുതമല്ലേ നിന്റെ വേദനകളും നൊമ്പരങ്ങളും ഒക്കെ? സ്വീകരിക്കും മക്കളെ. ദൈവത്തിൻ്റെ അത്ഭുതം നിന്റെ കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ട് ജീവിക്കുന്ന യേശുവിൻ്റെ ശക്തി എന്നിൽ പ്രകടമാകുന്നില്ല എന്ന് നീ പറയുന്നു? രോഗശാന്തി മാത്രമല്ല അത്ഭുതം, രോഗത്തിലൂടെ അത്ഭുതം ചെയ്യാൻ കഴിയുന്നവനാണ് ദൈവം. കുരിശിലൂടെ രക്ഷ തന്നെങ്കിൽ നിന്റെ കുരിശെടുത്ത് സന്തോഷത്തോടെ, ക്ഷമയോടെ അതിനെ സ്വീകരിച്ച് അനേകരുടെ പാപപരിഹാരത്തിനായി കാൽവരിയിൽ ബലിയർപ്പിച്ച യേശുവിൻ്റെ ബലിയോട് ചേർത്ത് സമർപ്പിക്കുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ അത്ഭുതമായി നിന്റെ വേദനകളും ക്ലേശങ്ങളും മാറുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ ഓർക്കണം. യേശുക്രിസ്തുവിൻ്റെ സഭയെ പ്രതിയുള്ള അവൻ്റെ ശരീരത്തിലെ പീഡകളുടെ കുറവ് ഞാൻ നികത്തുന്നു. യേശുവിന് വേണ്ടിയായിരിക്കണം നിന്റെ വേദന. നിനക്ക് അസഹനീയമായ വേദനയുണ്ടോ? മകനെ, മകളെ, യേശുവിലേക്ക് നീ കൊടുക്ക്. അവൻ്റെ കുരിശിൽ പ്രാണവേദന കൊണ്ട് അവൻ പിടഞ്ഞ 3 മണിക്കൂറിലെ വേദനയോട് നിന്റെ വേദനയൊന്ന് ചേർത്ത് വെച്ചിട്ട്, കർത്താവേ, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ മാതാപിതാക്കളുടെ, എൻ്റെ സഹോദരങ്ങളുടെ, ജീവിത പങ്കാളിയുടെ, കുഞ്ഞുങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നിന്റെ ബലിയോട് എൻ്റെ ഈ വേദനയെ ഞാൻ ചേർത്ത് വയ്ക്കുന്നു എന്ന് പറഞ്ഞ് നിന്റെ വേദനയെ യേശുവിൻ്റെ വേദനയോട് ചേർത്ത് രക്ഷാകരമാക്കി മാറ്റാൻ യേശു നിന്നെ വിളിക്കുന്നു. ഇതാണ് ഇന്ന് നിന്റെ ജീവിതത്തിൽ യേശു ചെയ്യുന്ന അത്ഭുതമെന്ന് തിരിച്ചറിയാൻ യേശു നിന്നെ വിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിചാരകരെ പോലെ, കഴുതയെ പോലെ, തളർവാദ രോഗിയെ കൊണ്ടുവന്നവരെ പോലെ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിനു വേണ്ടി
നിന്റെ തലമുറകൾക്ക് വേണ്ടി നിന്നെ കർത്താവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. നീ വേറൊന്നും ചെയ്യണ്ട. അത്ഭുതം കാണാൻ വേറെങ്ങും പോകണ്ട. നിന്റെ അനുദിന ജീവിത കുരിശുകളെ സന്തോഷത്തോടെ സ്വീകരിച്ച് അനേകർക്ക് രക്ഷയാക്കി മാറ്റുക. അതിലപ്പുറം ഒരു അത്ഭുതം എന്താ ഉള്ളത്? അനേകരെ രക്ഷയിലേക്ക് നയിക്കുന്നതിലപ്പുറം ഒരു അത്ഭുതം എന്താ ഉള്ളത്? ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ വേദന മാറാനല്ല, നിനക്ക് രോഗസൗഖ്യം കിട്ടാനല്ല, പിന്നെയോ നിന്റെ വേദനയും നിന്റെ രോഗവും അനേകർക്ക് രക്ഷയാക്കി മാറ്റാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിൽ നിന്ന് നീ ഒളിച്ചോടരുതേ. അവിടെയാണ് നിന്റെ അത്ഭുതമെന്ന് നീ തിരിച്ചറിയണമേ. നിന്റെ കുടുംബത്തിൻ്റെ അത്ഭുതം അവിടെയാ, നിന്റെ തലമുറകളുടെ അനുഗ്രഹം അവിടെയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരീരത്തിൽ സഹിക്കുന്നവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു എന്ന് പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? പാപത്തോട് വിടവാങ്ങാൻ, പാപപങ്കിലമായ തിന്മയുടെ ബന്ധനങ്ങളോട് വിടവാങ്ങാൻ ദൈവം തന്നൊരവസരമല്ലേ ഇത്? ഈ പാപത്തിൻ്റെ സ്വാധീനം ഇനി എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറയിൽ ഉണ്ടാകാതിരിക്കാൻ എൻ്റെ കർത്താവേ, എൻ്റെയും എൻ്റെ പൂർവികരുടെയും സകല പാപങ്ങളുടെയും സകല അനർത്ഥങ്ങളുടെയും സകല പൈശാചിക ദുരാത്മാക്കളുടെയും ബന്ധനത്തിൽ നിന്ന് പരിപൂർണ വിടുതലിനായി ഇതാ എൻ്റെ ഈ വേദനയെ ഞാൻ സ്വീകരിക്കുന്നു, സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഇത് അനുഗ്രഹമാക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അതാണ് പ്രിയപ്പെട്ടവരെ അത്ഭുതം. അതുകൊണ്ട് ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതം എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്, അങ്ങനെ പറയരുത്. പിന്നെയോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നതിന് വേണ്ടിയുള്ള അടയാളമാണ്. ആ ബോധ്യമാണ് ഉണ്ടാവേണ്ടത്. ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിൽ സംഭവിച്ചതെങ്കിൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന വേദനയിലൂടെ, നിന്റെ സഹനത്തിലൂടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ, കൃപയ്ക്ക് മേൽ കൃപയൊഴുക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് നീ വിശ്വസിക്കുമ്പോഴാണ് ആ വേദനയും രോഗവും നിന്റെ ജീവിതത്തിലെ ഓരോ കൊച്ചു സംഭവവും അത്ഭുതമായി മാറുന്നത്. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി, ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. ഇരുകരങ്ങളും ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത്ഭുതം കാണാൻ, അടയാളങ്ങളിലൂടെ നിന്റെ നാമം മഹത്വം വെളിപ്പെടാൻ കർത്താവേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനുഭവിക്കുന്ന കൊച്ചു കൊച്ചു വേദനകളും രോഗങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം കൃപകളാക്കി മാറ്റാൻ, യേശുവിൻ്റെ കുരിശിലേക്ക് ചേർത്ത് വയ്ക്കാൻ അനുഗ്രഹിക്കുന്ന കർത്താവേ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ പൂർവികരുടെയും മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും മക്കളുടെയും തലമുറകളുടെയും പാവ ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലിനായി കർത്താവേ അങ്ങയുടെ കുരിശിലെ ബലിയോട് ചേർക്കുവാൻ, ഞങ്ങളുടെ സഹനങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുവാൻ, അത്ഭുതം കാണുവാൻ, അടയാളങ്ങളിലൂടെ ദൈവകൃപ സ്വീകരിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുരക്തത്താൽ, തിരുക്കുരിശിനാ ഞങ്ങൾ ഓരോരുത്തരെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഹനങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന.
അവിടുന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.